കഴിഞ്ഞ കുറേ കാലമായി കേൾക്കുന്ന ഒരു വാർത്തയാണ്. മലയാള ഭാഷയുടെ പിതാവായ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ്റെ പ്രതിമ മലയാളം സർവകലാശാലയിൽ വയ്ക്കാൻ എന്തോ തടസ്സമുണ്ട്. തുഞ്ചത്ത് എഴുത്തച്ഛൻ്റെ പ്രതിമ മലയാള മനോരമ മുൻകൈ എടുത്തുകൊണ്ട് MD വാസുദേവൻ നായരുടെ കൂടി സഹായത്തോടു കൂടി തുഞ്ചൻ പറമ്പിൽ വയ്ക്കുവാനൊരു ശ്രമം നടത്തിയെന്നും അങ്ങനെ ഒരു പ്രതിമ ഉണ്ടാക്കിയെന്നും ആ പ്രതിമ വയ്ക്കുന്നതിന് തിരൂർ മുനിസിപ്പാലിറ്റി അടക്കം എതിർപ്പ് പ്രകടിപ്പിച്ച പ്രകാരം അത് വയ്ക്കാൻ കഴിഞ്ഞില്ലെന്നും പറഞ്ഞൊരു വാദമുണ്ട്. അത് ആ പ്രതിമ ഉണ്ടാക്കിയ അല്ലെങ്കിൽ നിർമ്മിച്ച ശില്പി തന്നെ അത് വീട്ടിൽ കൊണ്ടുപോവുകയും ചെയ്തു. തിരൂർ മുനിസിപ്പാലിറ്റി ഭരിക്കുന്നത് മുസ്ലിം ലീഗ് ആയിരുന്നു. ഇനി മുനിസിപ്പാലിറ്റി അല്ല, ഭരിക്കുന്നവരല്ല, MD വാസുദേവൻ നായർ തന്നെയാണ് പറഞ്ഞത് അത് തുഞ്ചത്തെഴുത്തച്ഛൻ്റെ രൂപവുമായി ബന്ധപ്പെട്ട് വരുന്നില്ല, അതുകൊണ്ട് ഇത് വയ്ക്കണ്ട എന്ന് പറഞ്ഞത്. എന്തായാലും ഈ തർക്കം വലിയൊരു തർക്കമായി അവിടെ നിലനിൽക്കുകയാണ്. തുഞ്ചത്തെഴുത്തച്ഛൻ്റെ മാത്രമല്ല, മലപ്പുറം ജില്ലയിൽ പലയിടങ്ങളിലും ഇതുപോലെ ശില്പങ്ങൾ വയ്ക്കുന്നതിന് എതിർപ്പുണ്ട് എന്നൊരു വാദം സജീവമായി അന്തരീക്ഷത്തിലുണ്ട്. പ്രത്യേകിച്ച് തുഞ്ചൻ പറമ്പിലെ എഴുത്തച്ഛൻ്റെ സ്മാരകമാവട്ടെ, അതുപോലെ തന്നെ മറ്റ് സ്മാരകങ്ങൾ വയ്ക്കുന്നതിലും തിരൂർ മുനിസിപ്പാലിറ്റി വലിയ എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുള്ളതായിട്ടാണ് പറയുന്നത്. മുസ്ലിം ആചാരപ്രകാരം അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ വിശ്വാസപ്രകാരം വിഗ്രഹാരാധനയും ശില്പവും ഒന്നും വയ്ക്കാൻ പറ്റില്ല എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ അങ്ങനെയാണെങ്കിൽ മലപ്പുറത്ത് നിരവധി ക്ഷേത്രങ്ങളുണ്ട്, അവിടെ മറ്റു കാര്യങ്ങളുണ്ട്. ഇത് സംബന്ധിച്ച് വലിയൊരു വിവാദം നടക്കുന്നുണ്ട്. എന്തായാലും മലപ്പുറത്തെ ഈ വിവാദത്തിൽ തിരൂർ മുനിസിപ്പാലിറ്റിയും അതുപോലെ തന്നെ മുസ്ലിം ലീഗ്, പ്രത്യേകിച്ച് പാണക്കാട് ശിഹാബ് അവരുടെ നേതൃത്വത്തിലുള്ള മുസ്ലിം ലീഗും അതിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളും ഇതിൽ അഭിപ്രായം പറയേണ്ടതാണ്. എന്താണ് ഇതിനൊരു സാങ്കേതിക തടസ്സം? സംഘപരിവാർ വാളുകളിലും സംഘപരിവാറിൻ്റെ സോഷ്യൽ ഇടങ്ങളിലുമൊക്കെ ഗൗരവതരമായ ചർച്ച നടക്കുന്നൊരു വിഷയമാണ്. ഒരുപാട് ആളുകൾ ഇത് പറയുന്നു. ഹിന്ദു ഐക്യവേദിയുടെ RV ബാബുവും അതിൻ്റെ മുഖ്യ രക്ഷാധികാരി KP ശശികല ടീച്ചറും തുടങ്ങിയ ഒരുപാട് ആളുകൾ ഇത് വിവിധ വേദികളിൽ, പത്രസമ്മേളനങ്ങളിൽ, പലയിടങ്ങളിലും പറയുന്നുണ്ട്. ഇങ്ങനെ ഒരു തടസ്സമുണ്ടോ? തടസ്സമുണ്ടെങ്കിൽ എന്താണ് കാരണം? തീർച്ചയായും അവിടെ ധാരാളം ക്ഷേത്രങ്ങളുണ്ട്. ആ ക്ഷേത്രങ്ങളിൽ വിഗ്രഹങ്ങൾ തന്നെയാണ് ആരാധിക്കുന്നത്. മലയാള ഭാഷയെന്ന് പറയുന്നത് എല്ലാവരുടേതുമാണ്. കേരളത്തിൻ്റെ ഔദ്യോഗിക ഭാഷയാണത്. അതിൽ പിന്നെ മുസ്ലിങ്ങളെന്നോ അറബി പഠിക്കുന്നവരെന്നോ എല്ലാവരും പഠിക്കുന്നൊരു ഭാഷയാണ്. ആ നിലയിൽ തുഞ്ചത്തെഴുത്തച്ഛന് തീർച്ചയായിട്ടും അവിടെ സ്മാരകം ഉണ്ടാകേണ്ടതാണ്. ആ യൂണിവേഴ്സിറ്റിക്കകത്ത് അത് വയ്ക്കുന്നതിന് എന്താണ് തടസ്സം? ഇത് ഗൗരവമായി നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ്. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം, മുസ്ലിം ലീഗ് തന്നെ മുൻകൈ എടുത്ത് അല്ലെങ്കിൽ തിരൂർ മുനിസിപ്പാലിറ്റി അടക്കമുള്ള സംവിധാനങ്ങൾ, പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങൾ തന്നെ മുൻകൈ എടുത്ത് തുഞ്ചത്തെഴുത്തച്ഛൻ്റെ സ്മാരകവും അങ്ങനൊരു പാർക്കുമൊക്കെ പണിത് ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടതാണ്. ഭാഷാപിതാവായിട്ടുള്ളൊരു വ്യക്തി, അതേ ഏത് മതത്തിൽ ജനിച്ചാലും ജാതിയിൽ ജനിച്ചാലും അതൊന്നൊരു വിഷയമല്ലല്ലോ. അവരുടെ സംഭാവനകളല്ലേ പ്രധാനം. പാത്രത്തിൽ രാമാനുജൻ എഴുത്തച്ഛൻ്റെ, തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ്റെ പ്രതിമ തീർച്ചയായും അവിടെ വയ്ക്കുന്നതിനുള്ള നടപടികൾ ആരായണം. അതിനുള്ള എന്തെങ്കിലും തടസ്സമുണ്ടെങ്കിൽ എന്താണെന്നത് പൊതുസമൂഹത്തോട് പറയാൻ ഉത്തരവാദിത്തപ്പെട്ടവർ ബാധ്യത കാണിക്കണം. അല്ലാതെ കാലാകാലങ്ങളായി കേൾക്കുന്ന ഒരു വിവാദമാണിത്. ഇത് MD വാസുദേവൻ നായർ അവിടെ വയ്ക്കാത്തതാണ്, തിരൂർ മുനിസിപ്പാലിറ്റി സമ്മതിക്കാത്തതാണ്. വിഗ്രഹം അല്ലെങ്കിൽ പിന്നെ ശില്പം വയ്ക്കുന്നത് മുസ്ലിമിന് ഹറാമാണ്, എതിർപ്പാണ്. ഇങ്ങനെ വലിയ തോതിലുള്ള വിവാദമാണ് ഇതിൻ്റെ പേരിൽ കാലാകാലങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇതിൻ്റെ സത്യം അറിയാൻ ജനങ്ങൾക്ക് ആഗ്രഹമുണ്ട്, കേരള സമൂഹത്തിന് താല്പര്യമുണ്ട്. ഇനിയും ഇതൊരു വിവാദമാകാതെ മുസ്ലിം ലീഗും പാണക്കാട് ശിഹാബ് അവർകളും അതുപോലെ തന്നെ കുഞ്ഞാലിക്കുട്ടി അവർകളും അവിടെയുള്ള പ്രധാനപ്പെട്ട മുസ്ലിം ലീഗ് നേതാക്കളും സമസ്തയുടെ നേതാക്കളും സുന്നിയുടെയും ഷിയയുടെയും എല്ലാവരും കൂടി ചേർന്നുകൊണ്ട് ഇതിനകത്തൊരു സമവായം ഉണ്ടാക്കേണ്ടതാണ്. മലയാള ഭാഷയുടെ പിതാവ് രാമാനുജൻ എഴുത്തച്ഛൻ ജനിച്ച തിരൂറിൽ അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു പ്രതിമ വയ്ക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ അത് ലോകത്തിന് നൽകുന്ന സന്ദേശം വളരെ മോശപ്പെട്ടതായിരിക്കും. അത് മതേതരത്വത്തിന് എതിരെയുള്ള ഒരു വല്ലാത്തൊരു സന്ദേശമായിരിക്കും. അത് ആരുടെയും ജാതിയും മതവും വർഗവും നോക്കിയിട്ടല്ല ഭാഷാപിതാവിനെ നിശ്ചയിച്ചത്.
എഴുത്തച്ഛൻ്റെ സംഭാവനകളെ പരിഗണിച്ചിട്ടാണ്. തീർച്ചയായിട്ടും അത് എഴുത്തച്ഛൻ്റെ പ്രതിമ അതൊരു പാർക്കിൻ്റെ രൂപത്തിൽ അവിടെ ആളുകൾക്ക് വരാനും കാണുവാനും വിശ്രമിക്കുവാനും എഴുത്തച്ഛൻ്റെ സംഭാവനകൾ മനസ്സിലാക്കുവാനും കഴിയുന്ന നിലയിൽ നല്ലൊരു മ്യൂസിയവും പാർക്കും പ്രതിമയും എല്ലാം ചേരുന്നൊരു സംവിധാനം ഉണ്ടാക്കുവാൻ മലപ്പുറം ജില്ലയിലെ മുസ്ലിം ലീഗും തിരൂർ നഗരസഭയും മുസ്ലിം കമ്മ്യൂണിറ്റിയും അല്ലെങ്കിൽ സമുദായവും മുൻകൈയെടുക്കാത്താൽ അത് വളരെ മനോഹരമായ മഹത്തായൊരു സന്ദേശമായിരിക്കും ഈ ലോകത്തിന് നൽകുന്നത്.